ഡിയർ ഫ്രണ്ട്സ്, IBPS ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം വന്നു കഴിഞ്ഞു. നമ്മൾ 21-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഇനി അപ്ലൈ ചെയ്യാനുള്ളവരെ പരിഗണിച്ചാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത്. അപ്പം റെഗുലർ റിക്രൂട്ട്മെൻ്റ് ഉള്ള ഒരു സെക്ടറാണ് ബാങ്ക്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും കൃത്യമായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുകയും കൃത്യമായിട്ട് എക്സാംസ് നടക്കുകയും പോസ്റ്റിങ്സ് നടക്കുകയും അതത് വർഷം തന്നെ അവരുടെ ഇപ്പം അടുത്ത ഏപ്രിൽ ഓൺവേർഡ്സ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് സെലക്ഷൻ. അപ്പം വലിയ കാത്തിരിപ്പൊന്നും വേണം. അപ്പം അത്ര കൃത്യമായിട്ട് നടക്കുന്ന ഒരെണ്ണത്തിന് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് മിസ്സാവാത്ത രീതിയിൽ അത് അപ്ലൈ ചെയ്തിരിക്കണം. അതാണ് ആവശ്യം. അപ്പം ഈ 21-ന് മുമ്പ് തീർച്ചയായിട്ടും രണ്ട് ദിവസത്തിനകം നിങ്ങൾ ഇത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടുന്ന പ്രധാന കാര്യങ്ങളെന്ന് പറയുമ്പോഴേക്ക് ഏജ് നേരത്തെ നിങ്ങൾക്കറിയാം 28 ക്ലർക്സിനാണ്. ഇത് ക്ലർക്സ് കഴിഞ്ഞു. 30 ആണ് ഓഫീസേഴ്സിന് എല്ലാത്തിനും ഉള്ളത്. ഇതിനകത്ത് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സും വിളിച്ചിട്ടുണ്ട്. അത് 31 വരെ കിട്ടും. പിന്നെ OBCക്കാർക്ക് സാധാരണയുള്ള റിലാക്സേഷൻ 3 ഇയേഴ്സ് ഉണ്ട്. SC/STക്ക് 5 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്. ഇങ്ങനെ കണക്കാക്കിയാൽ മതി. നോർമലായിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് അങ്ങനെയാണ്. എക്സാംസ് അതുപോലെ തന്നെ പ്രൊബേഷൻ ഓഫീസേഴ്സിന് പെർസെൻറ്റേജ് മെൻഷൻ ചെയ്യുന്നതില്ല. പിന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിന് അവർ 60%, ലീഗൽ മാത്രമാണെങ്കിൽ അവർ 55 എന്ന് പറയും. PG ഉള്ളവർക്ക് 55, ലീഗലിനെല്ലാം 55 ആണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം 60% ആണ് അതിന് പറയുന്നത്. ഈ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനെല്ലാം അത് ഞാൻ IBPS നോർമൽ പ്രൊബേഷൻ ഓഫീസേഴ്സിന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഓരോ ബാങ്കിൻ്റെ വേക്കൻസി പൊസിഷൻ നമുക്ക് 11 ബാങ്കല്ലേ ഉള്ളൂ. ഇപ്പം 11 ബാങ്കുകളേ ഉള്ളൂ. അതിൻ്റെ വേക്കൻസി പൊസിഷൻ കൊടുത്തിരിക്കുന്ന കുറച്ച് ബാങ്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളതെല്ലാം ഇൻറ്റൻറ്റ് കൊടുക്കാൻ വൈകുന്നേ ഉള്ളൂ. അത് ഉടനെ തന്നെ ഇൻറ്റൻറ്റ് കൊടുക്കും അവർ. നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ടൈം ആകുമ്പോഴേക്ക് ഇപ്പോഴുള്ള അറൗണ്ട് ഒരു 4500 വേക്കൻസീസ് ഇനി അത് ഇരട്ടിയായിട്ട് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഗവൺമെൻറ് ഒരു പുതിയ പോളിസി, പുതിയ ഗവൺമെൻറ് വന്നപ്പോഴൊരു ചെറിയ പോളിസി ചേഞ്ച് വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ കുറേ റിക്രൂട്ട്മെൻറ്റ് എന്തായാലും നടത്തിയേ പറ്റൂ. പിന്നെ കഴിഞ്ഞ കുറേ സർവേകൾ, അതുപോലെ ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഓഫീസേഴ്സ് കാറ്റഗറിയാണ് 75%. അത് പ്ലാൻഡായിട്ട് അവരങ്ങനെ ആ രീതിയിലേക്ക് ആക്കിയതാണ്. എങ്കിലും കോമൺ മെൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രത്തോളം അവർക്ക് സർവീസസ് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ റിസർവ് ബാങ്ക് അതിനകത്ത് വളരെ കാര്യമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി അതുപോലെ നല്ല രീതിയിലായിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പം പിന്നെ ബാങ്ക് ഫ്രോഡുകൾ വളരെയധികം കൂടുന്നുണ്ട്. അതിനൊരു ചാൻസായിട്ട് കാണുന്നത് അവർക്ക് പ്രോപ്പർ മോണിറ്ററിങ്, സ്റ്റാഫ് ഷോർട്ടേജ് കൊണ്ട് നടക്കാതെ വരുന്നു. അപ്പോൾ അതൊരു റെക്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ നടക്കും. അങ്ങനെ വരുമ്പോൾ ഓഫീസേഴ്സിൻ്റെ കുറച്ചും കൂടെ റിക്രൂട്ട്മെൻറ്റ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എനിവേ ഒരു 9000 എന്തായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഇൻറ്റൻറ്റ് കൊടുക്കാത്ത ബാങ്കുകളും കൂടെ ഇൻറ്റൻറ്റ് വരുമ്പോഴേക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അതിനകത്ത് അത്രയൊരു വേക്കൻസിയിൽ നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. പിന്നെ എക്സാം സാധാരണ പാറ്റേൺ പോലെ തന്നെയാണ്. പ്രിലിമിനറി, ഫൈനൽ, ഇൻ്റർവ്യൂ. അപ്പോൾ പ്രിലിമിനറി എന്ന് പറയുമ്പോഴേക്ക് എല്ലാ എക്സാം പോലെ തന്നെ പിന്നെ സെപ്പറേറ്റ് ടൈമിംഗ് എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി ഇപ്പം കുറച്ച് വന്നിട്ടുണ്ട്. അത് ഗ്രാമീൺ ബാങ്ക് ഈ വർഷം തൊട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ ടൈമും പ്രിലിമിനറിക്കായാലും ഫൈനലിനായാലും ആ ടൈം കഴിയുമ്പം കട്ടാവും. അപ്പം 3 പേപ്പേഴ്സാണ് പ്രിലിമിനറിക്കുള്ളത്. ഇപ്പോൾ ടെസ്റ്റ് ഓഫ് റീസണിങ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇപ്പോൾ ടെസ്റ്റ് ഓഫ് റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 35 മാർക്സ് വീതം, 35 ക്വസ്റ്റ്യൻസ് വീതം, 35 മാർക്സാണ്. അപ്പം 70 ആയി. പിന്നെ ഒരു 30 ഇംഗ്ലീഷ്. അപ്പോൾ ടോട്ടൽ ഔട്ട് ഓഫ് 100 ആണ് നമ്മുടെ പ്രിലിമിനറിയുടെ മാർക്സ് വാങ്ങേണ്ടുന്നത്. അതൊരു ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസേ കാണുകയുള്ളൂ പ്രിലിമിനറി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫൈനലിലേക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ടഫാണ്. നോർമലായിട്ട് നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഔട്ട് ഓഫ് 225 എന്ന് പറയുമ്പോൾ 200 മാർക്സ് ടെസ്റ്റും 25 മാർക്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മാർക്കും. അങ്ങനെയാണ് 225 എന്ന് പറയാൻ കാര്യം. അത് എല്ലാ പേപ്പേഴ്സും ഉണ്ട്. ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ്സും കൂടെ ഇതിൻ്റെ കൂടെ ചേരും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ടെസ്റ്റ് ഓഫ് റീസണിങ്, ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഈ 4 കൂടെ ചേരുന്നതാണ് 200 മാർക്കിനുള്ളതാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ്, കറണ്ട് അഫേഴ്സ് നന്നായിട്ട് നോക്കിയാൽ, അപ് ടു ഡേറ്റ് ന്യൂസ് പേപ്പേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് സ്കോറിംഗ് പേപ്പറാണ്. നേരത്തെ പല വീഡിയോകളിലും ഞാൻ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ സ്കോറിംഗ് പേപ്പർ ഇംഗ്ലീഷും ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ്സുമാണ്. മാത്സിൻ്റെയൊക്കെ കഴിഞ്ഞ IBPSൻ്റെ കട്ട് ഓഫ് മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ അപ്രോക്സിമേറ്റ് 2 പോയിൻറ്റ് സംതിങ് ഒക്കെയാണ്, 2.5 ഒക്കെയാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത്. അതിന് മുകളിലുള്ളവരൊക്കെ ബാക്കിയുള്ളത് അവരുടെ ടോട്ടൽ മാർക്സ് 71, 72 കിട്ടിക്കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി ക്വാളിഫൈ ചെയ്യാനുള്ള അത് മതി.
അതാണ് ഏറ്റവും പ്രത്യേകത. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്സ് കൂടെ കൂട്ടുമ്പോൾ അവർക്ക് ടോട്ടൽ സ്കോർ വളരെ സേഫായിട്ട് വരും. അപ്പം ഇംഗ്ലീഷിന് 2.5 മാർക്ക് വാങ്ങണം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 2.5 വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. മിനിമം ഒരു 10 മാർക്സ് എങ്കിലും ടാർഗറ്റ് ഇട്ട് പോവുക. റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 10 മാർക്സ് വീതം ടാർഗറ്റ് ഇടുക. മാക്സിമം സ്കോർ ഇംഗ്ലീഷിൽ വാങ്ങുക, ക്വാണ്ടിറ്റേറ്റീവ് ജനറൽ അവയർനെസ്സിന് വാങ്ങുക. ആദ്യത്തെ 2 സമയമെടുക്കും, ടൈം കൺസ്യൂമിംഗ് ആണ്. അത് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ സമയത്തിന് ചെയ്യാൻ പറ്റുന്നതേ പറ്റൂ. പക്ഷേ സ്കോറിംഗ് പേപ്പറിന് മാക്സിമം വാങ്ങിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കാം ബാങ്കിൽ കയറുന്നതിന്. അപ്പോൾ ഇതൊക്കെ പ്ലാൻഡായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഇൻ്റലിജൻ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും. അതിന് കുറേ ട്രയൽ ആൻഡ് എറർ വേണം. ഇപ്പോൾ കൂടുതൽ ആളുകളും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ അവർ സ്പീഡ് പ്രാക്ടീസ് വളരെ കുറവാണ്. അത് ടൈം ബൗണ്ടായിട്ട് തന്നെ ചെയ്തേ പറ്റൂ. ആ സ്പീഡ് പ്രാക്ടീസിലാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്. അത് എത്രത്തോളം നമുക്ക് സ്പീഡും ആക്യുറസിയും നമ്മൾ അറ്റൈൻ ചെയ്യുന്നോ അതാണ് നമ്മുടെ ഫൈനൽ സക്സസിൻ്റെ കാര്യം. പിന്നെ ഇൻ്റർവ്യൂവിന് ഞാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ വളരെയധികം ട്രയൽസ് നടത്തുന്നുണ്ട്, മോക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. അത് പ്രോപ്പർ വേയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളതുപോലെ തന്നെ പ്രോപ്പർ വേയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഈസിലി ദാറ്റ് യു ക്യാൻ അച്ചീവ് യുവർ ടാർഗറ്റ്. ഓക്കെ, താങ്ക് യു.